നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ജിൻഡോയെക്കുറിച്ചാണ്. അതായത് ബിഗ് ബോസ് സീസൺ 6 ഒരു ശക്തമായ മത്സരാർത്ഥി, വോട്ടിങ്ങിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിന്ന ഒരു വ്യക്തി, അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ബിഗ് ബോസ് ഹൗസിനുള്ള സഹമത്സരാർത്ഥികളുടെ അധിക്ഷേപങ്ങൾ നേരിട്ട വ്യക്തി ആയിരുന്നു ജിൻഡോ. എന്നാൽ ഇപ്പോൾ ഒരു അവസാനത്തെ രണ്ടാഴ്ച എടുത്തു നോക്കുമ്പോൾ ജിൻഡോയുടെ സ്ക്രീൻ സ്പേസ് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ജിൻഡോ ചെയ്യുന്ന ഒരു കാര്യങ്ങളും പുറത്തേക്ക് വരുന്നില്ല. ഇത് ബിഗ് ബോസിൻ്റെ എഡിറ്റഡ് ടീം അത് കട്ട് ചെയ്ത് വിടുന്നതാണോ എന്നാണ് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നത്. അഖിൽ മാരാറും സിബിനൊക്കെ പറഞ്ഞത് അവർ ആരെയാണോ വിജയിയായി പ്രഖ്യാപിച്ചിട്ടുള്ളത് അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവർ പുറത്തു വിടത്തുള്ളൂ. അതായത് ജിൻഡോ 70ാമത്തെ ദിവസം വരേക്കും ടോപ്പിൽ നിന്ന ഒരാളാണ്. വോട്ടിങ്ങിലൊക്കെ വളരെ മുന്നിൽ നിന്ന ജിൻഡോയ്ക്ക് ഇപ്പോൾ ജിൻഡോ അവിടെ ഉണ്ടോ എന്ന് തന്നെ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ജിൻഡോ ചെയ്യുന്ന യാതൊരു പ്രവൃത്തിയും ലൈവിലോ എപ്പിസോഡിലോ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇതിൽ ലൈവ് എന്ന് പറയുന്നത് പക്ക എഡിറ്റഡ് വേർഷനാണ്. അതായത് ലൈവ് എന്ന് പേര് മാത്രമേ ഉള്ളൂ. പക്ക എഡിറ്റ്, എന്തൊക്കെ കാര്യങ്ങൾ പുറത്തു വിടണമെന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രമേ പുറത്തു വിടുന്നുള്ളൂ. ആരെ വിജയിയായി നിശ്ചയിക്കണമെന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവർ മാത്രമേ വിജയിയാകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ അഖിൽ മാരാറും സിബിനും ഉന്നയിച്ച വിഷയങ്ങൾ ശരിയാണ് എന്ന് വരത്തക്ക വിധമുള്ള പ്രവർത്തികളാണ് നമുക്ക് ഈ ഒരു ലാസ്റ്റ് ഒരു രണ്ടാഴ്ചയായിട്ട് ബിഗ് ബോസ് സീസൺ 6 മലയാളത്തിൻ്റെ എപ്പിസോഡിലും ലൈവിലും കാണാൻ സാധിക്കുന്നത്. എന്തായാലും എല്ലാവരും ജിൻഡോയ്ക്ക് വേണ്ടി വോട്ട് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് കുറച്ച് പേരെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു 20 പേരോട് ചോദിക്കുകയാണെങ്കിൽ അതിൽ 15 പേരും ജിൻഡോ ഫാൻസ് ആയിരിക്കും. ബാക്കിയുള്ള ഒരു 2-3 പേര് ശ്രീതു ഫാൻസ് ആയിരിക്കും. ശ്രീതുവിന് ഗെയിം കൊണ്ടല്ല ഫാൻസ് ആകുന്നത് നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് തന്നെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾ എപ്പിസോഡ് ലൈവൊക്കെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് കീഴെ കമൻറ്റായി രേഖപ്പെടുത്താൻ അഭ്യർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.